കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിലെ പ്രതി കെ.എം. ഷാജഹാനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിനിടെ അപവാദ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറി. അതേസമയം ഒന്നാം പ്രതിയും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണം നടത്തിയ കേസിലെ പ്രധാന പ്രതി കെ.എം. ഷാജഹാനോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഷാജഹാൻ ഹാജരായില്ല. ഇതേ തുടർന്ന് ഇയാൾക്ക് വീണ്ടും നോട്ടീസ് അയക്കാൻ പോലീസ് ആലോചിക്കുന്നതിനിടെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഷാജഹാൻ ഹാജരായത്. അപവാദ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിച്ച ഫോൺ നേരത്തെ പോലീസ് ഷാജഹാന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത വീഡിയോ സൂക്ഷിച്ച ഈ മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറി. കേസിലെ ഒന്നാം പ്രതിയും പറവൂരിലെ കോൺഗ്രസ് നേതാവുമായ C.K. ഗോപാലകൃഷ്ണനോട് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിലാണ്. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ട കെ.എം. ഷാജഹാനും ഗോപാലകൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മൂന്നാം പ്രതിയായ യാസിർ ഇടപ്പാളിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇയാൾ വിദേശത്താണെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.